എടാ, ഞാനൊരു കാര്യം പറഞ്ഞ നീ ഞെട്ടുവോ? ആ, ഞാൻ ഗർഭിണിയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നോ? എങ്ങനെ മനസ്സിലായെന്നോ? നല്ല ചോദ്യം. എടാ, എട്ടും പൊട്ടും തിരിയാത്ത എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതും പോരാ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നോ? പീഡനാണ് ഇപ്പൊ ട്രെൻഡ്. ഓ, നിനക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയില്ലോ? എന്താ പറ? ഞാൻ നിന്നെ എത്ര നേരമായി വിളിക്കണു? എടാ, ഞാൻ നല്ല ടിക്ടോക്ക് വീഡിയോ കണ്ടിരുന്നോ നീ? ഒന്ന് പോയടി. ഇന്നലെ ഇവിടെ നമ്മുടെ കാലിന്റെ MD ഇവിടെ വന്നിട്ടുണ്ട്. ഓഹോ, ഞാൻ കാലത്തെ മുതലിവിടെ പനിച്ച് വിറച്ച് കിടക്കുക. നിനക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നി എന്നെ? മുത്തേ, സോറി. നിന്റെ മുത്തം കിത്തൊന്നും വേണ്ട. നീ ഫോൺ വെച്ചേ. മതി, എനിക്ക് എല്ലാം മനസ്സിലായി. ഫോൺ കട്ട് ചെയ്തവൻ. ഹലോ എടാ, ഞാൻ ഫോൺ വെക്കാൻ പറഞ്ഞ ഉടനെ നീ അങ്ങോട്ട് ഫോൺ വെച്ചു അല്ലേ? ആരുടെ നിന്റെ കൂടെ? നിനക്കൊല്ല പ്രാന്തല്ല തലക്ക്. നീ വീഡിയോ കോൾ ചെയ്തേ. വീഡിയോ കോൾ. എടി, ഞാൻ പറയണല്ലോ, മനസ്സിലാവണ്ട. എടി, ഞാൻ അത്യാവശ്യമായിട്ട് ഞാൻ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ, എനിക്ക് വർക്ക് ഉണ്ടെന്ന്. നീ കളിക്കല്ലേ നൗഫലെ? വീഡിയോ കോൾ ചെയ്യേ. കരുണം, രൗദ്രം. എന്താണ് നിനക്ക് അത്ര താമസം? നിനക്ക് എന്താണ്? ചുറ്റും കാണിച്ചേ. ഭ്രാന്താണ്. ചുറ്റും കാണിച്ചേ. എടുത്തോട്ട് തിരി. നീ ഇവിടുത്തെ ഭ്രാന്ത് കേട്ടില്ല കേട്ടാ. എടി, നിന്റെ തലക്ക് വല്ല ഓളമുണ്ടോ? പിന്നെ നാട്ടുകാർക്ക് വഴിയിൽ നിൽക്കട്ടെ. ഇതാണ് നിന്നെ ഞാൻ വിളിക്കാതെ. ഞാൻ വിളിക്കാനുള്ള. ബൈ. പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ. അമ്മേ ഗായത്രി, ഭയങ്കര തലവേദന. കിടക്കായിരുന്നോ? പനി എങ്ങനെയുണ്ട്? ഏയ്, ചൂടൊന്നുമില്ലല്ലോ. നല്ല പച്ചവെള്ളം പോലെ ഇരിക്കണം. പച്ചവെള്ളം? പക്ഷെ ഇത്ര നേരം കിടപ്പായിരുന്നു. ഭയങ്കര തലക്കനം. നാളെ ക്ലാസ്സിൽ പോകാൻ പറ്റും തോന്നുന്നില്ല. ഡെങ്കിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിലും തലക്കനം എനിക്ക് ഇത്ര കൂടുതലാ. ഞാൻ വന്നില്ലേ? ഇല്ല. പോയി ഒന്ന് കുളിക്കാൻ നോക്ക്. പനി എന്ന് പറഞ്ഞ 3-4 ദിവസമായി പെണ്ണ് ക്ലാസ്സിന് പോവാണ്ട്. ഞാശു, ബേബി, ഞാനിപ്പോ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, കണ്ടിട്ട് വിളിക്ക്. ബൈ. ഓഫ് ചെയ്യല്ലേ? അടിച്ചിട്ട് വരുന്നത് മാറ്റിടാൻ പറയാനായിരിക്കും. ലോകത്തുള്ള എല്ലാ സെക്യൂരിറ്റിക്ക് തന്നെ പണി. ഇച്ചിരി മാറ്റിയിടിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. എന്താണാവോ? ഒരു ലേശം നീക്കിട്ടോളൂ. ലേശം നീക്കിയിട്ടാ പിന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ? ആ കാറ്റഗറി കണ്ട ചീത്ത പറയും. ആരോട് പോവാൻ പറ. മാഡം, നിങ്ങൾ ഇവിടുന്ന് മാറാൻ പോകുന്ന കേട്ടു. എക്സ്റ്റെൻഡ് ചെയ്യാൻ ശങ്കർ സാറ് സമ്മതിച്ചില്ലേ? മാറണ്ട, വന്നാ മാറും. അത്രയല്ലേ ഉള്ളൂ. ഇത് ലോക്ക് ചെയ്യണ്ടേ? ആര് കൊണ്ടുപോവാൻ? അത് ശരിയാ. നിന്റെ ഈ വണ്ടി കൊണ്ടേ അവന്റെ കഷ്ടകാലോ. ഹലോ, സുഖല്ലേ? ആ ശങ്കർ സാറിന്റെ ഭാര്യ ഫോൺ ചെയ്തില്ല. നല്ല ഫാമിലീസ് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റ് കൊടുക്കാന്ന് പറഞ്ഞു. ശരിയാ? നിങ്ങളെന്താ മാറാൻ പോണ? ഈ ഫ്ലാറ്റ് കളയല്ലേട്ടാ. നോക്കാം. മാറേണ്ട കാര്യം തീരുമാനിച്ചില്ല. അവര് നമ്മളെ വിളിക്കില്ലല്ലോ. എല്ലാവർക്കും ഇപ്പൊ നമ്മളിവിടുന്ന് പോണം നിർബന്ധമുള്ള പോലെ. എനിക്കും അങ്ങനെ തോന്നി. അല്ല പിന്നെ ഡെയിലി ഇതന്നെ ചോദ്യം. നമ്മളെന്താ വാടക കൊടുക്കാത്ത പോലെ? വേറൊരു കിട്ടാതെ മാറാൻ പറ്റില്ല. പണിക്കൊരു കൂടുതലൊന്നും എന്നോട് പറയരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വീട് ഒഴിയാൻ പറ്റില്ല. ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത്? 9 കൊല്ലക്കാലമായി ഇത്രയും വലിയൊരു വീട് ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സംബന്ധിച്ച ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ചങ്കൂറ്റമുണ്ടായി? പറയൂ. ശരിക്കും ബാക്കി 10 ദിവസമുണ്ട്. നമ്മളെ ആർക്കും ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അതിനുള്ളിൽ കണ്ടുപിടിച്ചാൽ മതി. അല്ലേലും നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും ഇറക്കി വിടാൻ പറ്റില്ല. പിന്നെ അല്ലാതെ. എടി ക്ഷമേന്ന്, എനിക്ക് ഈ ഡ്രസ്സ് ഒന്ന് മടക്കി വെച്ചാൽ ആ കട്ടില് കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. കഴുകി ഉണക്കി തരാൻ ആളുണ്ടല്ലോ. ഒന്ന് മടക്കിയെങ്കിലും വെച്ചൂടെ? മടക്കി വെച്ചിട്ട് എന്താ കാര്യം? പിന്നെയും തേച്ചിട്ടല്ലേ ഇടാൻ പറ്റൂ. ഒരൊറ്റ ഇടി വെച്ചെന്നുണ്ടല്ലോ. പോ ചേച്ചി. ഞാൻ ആരാ, നിന്റെ വേലക്കാരിയോ? വേലക്കാരിയല്ല, വേലക്കാരിയെ പോലെ.
അമ്മയുടെ മോളല്ലേ കിഴക്കാനും നിൽക്കണ്ട. എന്തായാലും 2 ദിവസം കഴിഞ്ഞാ പോണ്ടതാ. പിന്നെ എന്തിനാ? ഇതാരാ ഈ നേരത്ത്? ഡി പോത്തെ, തുറക്കണേന് മുമ്പ് ആരാ നോക്ക്. 4 പെണ്ണുങ്ങൾ മാത്രമുള്ള വീടാ. ആരാ? സുഖിക്കാരനാ ചേച്ചി? ഇത്ര പെട്ടെന്ന് എത്തിയോ? ഹായ്. ഫുഡ് ഓർഡർ ചെയ്യണ്ടായിരുന്നു. എത്രയായി? 165. ഓക്കെ. ഞാൻ വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പർ തരാം. ഇനി ഫുഡ് വേണമെങ്കിൽ എൻ്റെ വിളിച്ചാൽ മതിയാ. എവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. അവന്റെ നോട്ടം കണ്ടില്ലേ? ഇപ്പൊ കിട്ടുന്ന പോലെയാ. നമ്പർ തരട്ടേന്ന് അവന്റെ ഒരു നമ്പർ. നിനക്കിതൊക്കെ കുറച്ച് നേരത്തെ ഓർഡർ ചെയ്തൂടെ ക്ഷമേ? തീരെ മണി 11:30. 11:30 ഇപ്പൊ കൊച്ചിയിലൊരു സമയമാണോ? ഇപ്പളാ അഷ്പ വന്നേ. അതെ. ആർക്കെങ്കിലും പൊറോട്ട ബീഫും വേണോ? ഇവിടെ അടുക്കളയിൽ എന്തെങ്കിലും വെച്ചിട്ട് 2-3 ദിവസമായി. ഈ പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചു കഴിക്കല്. കിട്ടണ കാശ് മുഴുവൻ ഇങ്ങനെ ചെലവാക്കിക്കോട്ടാ. ആളു നിന്നോടാ. ആരെ കൊണ്ട് പറ്റും കുക്ക് ചെയ്യാൻ? നമ്മളൊക്കെ തിരിച്ചു വരുമ്പോ തന്നെ ടയേർഡാ. പിന്നെ ഈ പാത്രം കഴുകലാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നെ കൊണ്ട് പറ്റൂല. പൊളിച്ചു മോളെ. എന്നാലും ആ തട്ടുകടലിലെ ടേസ്റ്റ് വരുന്നില്ല. അല്ലെങ്കിൽ നിനക്ക് അണ്ണാച്ചിയുടെ പൊറോട്ടയെ പിടിക്കൂ. ഹൈജീനിക് ആൻഡ് വെരി സ്പെഷ്യൽ. നിനക്ക് വേണോ കായു? എനിക്ക് വേണ്ട, ഞാൻ കപ്പ് ന്യൂഡിൽസ് കഴിച്ചു. ആന്നോ? എനിക്കൊരെണ്ണം മാറ്റി വെച്ചോ. നാളെ എന്തായാലും കുറച്ച് നേരത്തെ വന്നിട്ട് ചിക്കനോ ബീഫോ എന്തെങ്കിലും വെക്കണം. എത്ര നാളായി? അങ്ങനെയാണെങ്കിൽ നാളെ കുറച്ച് കപ്പയും ബീഫ് ഉണ്ടാക്കാൻ ചേച്ചി. അത് പൊളിച്ച്. നീ പോയി വാങ്ങിക്കോ ക്ഷമ മാർക്കറ്റിൽ നിന്ന്. വേണ്ട. ഞാൻ വാങ്ങിച്ചു വെക്കാം, പക്ഷെ നീ കുക്ക് ചെയ്യണം. എനിക്ക് അടുക്കള പറ്റില്ല. ഓക്കെ ശരി, ഞാനേ കിടക്കാൻ പോവാട്ടാ. മാളു നീ TV ഓഫ് ചെയ്തിട്ട് കിടക്കണേ. ഇന്നലെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആനെ നിനക്കെന്താ ഈടെയായിട്ട് ഉറക്കൊന്നുമില്ലേ? 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുതി നടക്കണ കാണാലോ. എനിക്ക് റൂമിൽ കയറി കൊട്ടിയിട്ട് കഴിഞ്ഞാ അകത്താരോ ഉണ്ടെന്ന് തോന്നുന്നു. ഉവ്വ് ആനേന്റെ പ്രയത്നം പേടിയാ. അതാ ലൈറ്റ് ഓഫ് ആക്കത്ത്. ലൈറ്റ് ഓഫ് ആക്കി എനിക്കും പേടിയാ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡോറ് കുറ്റിയിടണ്ട. കായു പറഞ്ഞത് കേട്ടോ? എല്ലാവർക്കും എന്റെ മുറിയിൽ കിടന്നാലും ഉറക്കം വരും. ഗായു, നീ എത്തിയോ ഫ്ലാറ്റില്? ഞാൻ മെട്രോയിലാടി. അവള് കാറെടുത്ത് നേരത്തെ പോയല്ലോ, ഓഫീസിൽ ക്യാഷ് വാങ്ങാനായിട്ട്. അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അത് പിന്നെ ഒരിക്കലും എടുക്കാറില്ലല്ലോ. 1.5 മണിക്കൂർ ഞാനെത്തും. എന്തായി പോയി ഫ്ലാറ്റിന്റെ കാര്യം? ഞാനിന്ന് 2 എണ്ണം പോയി കണ്ടു. വലിയ സൗകര്യമൊന്നുമില്ല, ആകെ ഒരു കുടുസ ഫ്ലാറ്റ്. മാസം 20,000 രൂപയ്ക്ക് ഇത്രയും സൗകര്യമുള്ള ഒരു ഫ്ലാറ്റ് കൊച്ചി നഗരത്തിൽ വേറെ കിട്ടാനുണ്ടാവില്ല. നീ വെറുതെ അന്വേഷിച്ച സമയം കളയേണ്ട കാര്യം. നീ ആ ശങ്കർ സാറിനെ ഒന്ന് വിളിക്കോ മാളു? എന്തിനാ? അയാൾ ഇനി എന്തും പറഞ്ഞു വിളിക്കാനാ? വിളിച്ചാലോ ആള് ഫോണും വെക്കൂല. എന്നാലും നീ വിളിക്കുമ്പോഴാ കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാവണേ. 1 മാസം കൂടി ചോദിച്ചു നോക്ക്. എല്ലാം എന്റെ നിലയിൽ വെച്ചിട്ട് അവസാനം കിളവൻ എന്നെ കൊണ്ട് പോകുന്ന പേടി. നീ നേരിട്ട് ചെന്ന് കാര്യം പറഞ്ഞാൽ ചിലപ്പോ നടക്കും. അപ്പൊ ആ കിളവൻ എന്നെ കൊണ്ട് പൊക്കോട്ടേന്ന് അല്ലേടി? എന്തായാലും ഞാൻ പോയി കണ്ടു നോക്കാം. ഓക്കെ.